എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെടുമ്പോൾ അവ കൈവശമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ഫൈൻ നിരക്കുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ 130 പ്രകാരം പൊതുസ്ഥലത്ത് വെച്ച് യൂണിഫോം ധരിച്ച പോലീസ് ഓഫീസറോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ വാഹനവുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ ആവശ്യപ്പെട്ടാൽ ഡ്രൈവർ അവ നൽകുന്നതിന് വേണ്ടി ബാധ്യസ്ഥരാണ്. ഇനി അതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ഫൈൻ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിന് 1000 രൂപ വരെ പെനാൽറ്റി ഈടാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ 2 പേരിലധികം നമ്മൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഹെൽമറ്റ് ഉണ്ടെങ്കിലും 1000 രൂപ വരെ പെനാൽറ്റി കിട്ടാവുന്ന കുറ്റകരമാണ്. അതോടൊപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് എല്ലാ വാഹനങ്ങൾക്കും 10,000 രൂപ വരെ പെനാൽറ്റി ഈടാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മൈനർ ഡ്രൈവിംഗ് വാഹനം എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കാവുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനും 1000 രൂപ വരെ ഫൈന് ഈടാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന് 2000 രൂപ വരെ ഫൈൻ ഈടാക്കാവുന്നതാണ്. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിന് എല്ലാ വാഹനങ്ങൾക്കും പൊതുവെ 2000 രൂപയാണ് ചാർജായി ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അഥവാ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഹാജരാക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിയമപ്രകാരം പരിവാഹൻ ആപ്പിലോ ഡിജി ലോക്കർ ആപ്പിലോ വാഹനത്തിൻ്റെ രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അത്തരം രേഖകൾ ആപ്പിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുകയും മറ്റ് കാരണങ്ങളാൽ രേഖകൾ കൈവശമില്ലാതിരിക്കുകയും ചെയ്താൽ മര്യാദയോടുകൂടി നമ്മൾ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ കൈവശം ലൈസൻസ് ഉണ്ടാകേണ്ടതാണ്. തുടർന്ന് ആവശ്യപ്പെടുന്ന രേഖകൾ 15 ദിവസത്തിനുള്ളിൽ അറ്റസ്റ്റ് ചെയ്ത് നേരിട്ടോ രജിസ്ട്രേഡ് പോസ്റ്റ് മുഖേനയോ നമുക്ക് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന് സമർപ്പിച്ചാൽ മതിയാകുന്നതാണ്. അധികാരികൾ നൽകുന്ന ചെല്ലാനൊരു കോർട്ട് ഓർഡർ അല്ലാത്തതുകൊണ്ട് പിഴ അടയ്ക്കാതെ തന്നെ അത്തരം ചെല്ലാനുകൾ കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. രേഖകൾ സമർപ്പിക്കാൻ 15 ദിവസങ്ങൾ ഉടമയ്ക്ക് നൽകിയില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ രേഖകൾ കൈവശമില്ല എന്ന കാരണത്താലുള്ള പിഴ അടയ്ക്കുവാനുള്ള ബാധ്യത ഉടമയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വാഹനവുമായി ബന്ധപ്പെടുത്തിയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതാണ്. സെക്ഷൻ 158(3) പ്രകാരമുള്ള നിയമപ്രകാരമാണ് നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.